ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇന്നൊരു വർക്കിംഗ് ഡേ ആട്ടോ. തനിക്കുട്ടി ഡേ കെയറിൽ പോകാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട്. ഞാൻ നേരത്തെ എണീറ്റ് പോന്നു. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ. ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടന്നാൽ പിന്നെ തനിക്കുട്ടി ഇടയ്ക്ക് എണീക്കും, ഫീഡിന് വേണ്ടി ഭയങ്കര ബഹളം വെക്കും, പിന്നെ ആകെ ക്രാങ്കി ആയിട്ട് മാറും. അപ്പം ഞാൻ എണീറ്റ് ആദ്യം അങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം, പിന്നെ ആൾ എണീറ്റ് വരുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ വന്നിട്ട് ഇതേ അവൾക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ ബോട്ടിലൊക്കെ ഒന്ന് കഴുകിയെടുത്തു. അപ്പോൾ ഇത് ഇന്നത്തെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ. അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കണേ. ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കടുക് ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉഴുന്നിട്ടിട്ടുണ്ട്, മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ക്യാരറ്റും നന്നായിട്ട് വരട്ടി കൊടുക്കണം. ഫ്ലെയിമിലാണ് വെർമസലി തേക്കാട്ടോ യൂസാണ് റോസ്റ്റഡ് പീസാണ്. സാധാരണ ഞാൻ നെയ്യിലാദ്യം കുറച്ച് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാനൊന്നും ചെയ്യുന്നില്ല. ഓൾറെഡി റോസ്റ്റഡ് ആണ്, പക്ഷേ ഇന്ന് ഞാനത് ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് തന്നെ ഉണ്ടാക്കുക. മസാലയാണ് അത്രയും മതി. ഇഞ്ചി ഇട്ടിട്ട് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ആദ്യം നമ്മൾ ക്യാരറ്റൊക്കെ ചേർക്കില്ലേ, അന്നേരം ഇഞ്ചി ചേർക്കണം. എന്നാലേ ഞാൻ മറന്നുപോയി ഇഞ്ചിയുടെ കാര്യം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലേശം മുടക്കുകൾ ഇനി ഇതിരുന്നായിക്കോളും. നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പാലക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പാലക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ചീരത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനായിട്ട് ഞാൻ അതൊക്കെ നന്നായിട്ട് മണ്ണൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ തനിക്കുട്ടിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. ഡേ കെയറിൽ ചായ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ തനിക്കുട്ടിക്കുള്ള പാല് മാറ്റി വെക്കാൻ വിചാരിച്ചു. ഇപ്പം ഞാൻ കുറച്ച് പാല് കൊടുക്കും എണീറ്റിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഡേ കെയറിൽ പോകാനായിട്ട് ഞാൻ കുറച്ച് പാല് ഇന്ന് തൊട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം എന്താ വെച്ചാൽ അവിടെ ഒരു 5 മാസമുള്ളൊരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആ കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത് തനിക്കുട്ടി ഇങ്ങനെ അത് നോക്കുമ്പോൾ അവർക്കൊരു കഷ്ടം തോന്നും. അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പാല് പറ്റുമെങ്കിൽ കൊടുത്ത് വിടാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പാല്. പിന്നെ അതുപോലെ അവർക്ക് ഫ്രൂട്ട് സ്നാക്ക് ടൈം ഉണ്ടെന്നാണ് പറയണത്. അപ്പം കുറച്ച് ഫ്രൂട്ട്സും കൂടെ കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. പാല് ഇപ്പം നല്ല ചൂടുണ്ട്, അപ്പം അതൊന്ന് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ആറുമല്ലോ. അപ്പം ഈ ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. പുള്ളിക്കാരിയുടെ പേര് അങ്കിത എന്നാണ്. അങ്കിതയ്ക്ക് ഒരു മോനുണ്ട്, മാത്തു എന്നാണ് പേര്. അപ്പം അങ്കിത നമ്മുടെ കൊച്ചിയിൽ വന്ന സമയത്ത് മാത്തുവിനെ കൊണ്ടുവന്ന ക്ലാസ്, മാത്തുവിനെ അന്നേരം ഈ ക്ലാസ്സിൽ പാല് കുടിപ്പിക്കാൻ അവൾ പഠിപ്പിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനങ്ങോട്ട് വന്നപ്പോൾ മറന്നു വെച്ചിട്ട് പോയ ഗ്ലാസ്സാണ് അത്. പിന്നെ ഞാൻ തനിക്കുട്ടിക്ക് എടുത്തു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തനിക്കുട്ടിക്ക് ഗ്ലാസ്സിൽ പാല് കൊടുക്കാനായിട്ട് ഞാൻ ശീലിപ്പിച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് എടുക്കാം ക്ലാസ്. അപ്പോൾ അങ്കിത കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ക്ലാസ് അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണൊന്നും അല്ല, അടിച്ചു മാറ്റിയതല്ല. അങ്കിത അടിച്ചു മാറ്റി തരണം. കുട്ടിയെ ഒരുപാട് മധുരമായിട്ട് ശീലിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം അവരൊക്കെ ഇതൊക്കെ റോ ആയിട്ട് അങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് കുടിച്ചോളും. എനിക്ക് പാലിൽ പഞ്ചസാര ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും കുടിക്കും കേട്ടോ, പാൽ കുടിക്കും. എനിക്കങ്ങനെ പാലിൽ പഞ്ചസാര വേണം എന്നൊക്കെ എനിക്ക് നിർബന്ധം. എനിക്ക് മധുരത്തിനോട് വലിയ ഇതൊന്നുമില്ല. സ്ത്രീക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീഴുന്നതാണ്. അതുകൊണ്ട് എനിക്ക് മധുരം, സ്നാക്സ് ഇതൊന്നും പൊതുവെ ഞാൻ ഒരുപാടങ്ങനെ കഴിക്കൂല. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വണ്ണം വെക്കുകയും ചെയ്യും. ഒരു തവണ ഇവിടെ വന്ന സമയത്ത് രാത്രി സിനിമ കാണുന്ന പരിപാടി ഉണ്ടായിരുന്നു.
അന്നേരം അവിടെ തനുക്കുട്ടീനെ നമ്മൾ ടി വി റൂമിലാണല്ലോ, അപ്പോൾ ടി വി റൂമിൽ വെച്ചിട്ട് അവിടെ കിടന്നിട്ട് സിനിമ കാണും. സിനിമ കാണുന്ന സമയത്ത് സ്നാക്സ് തീറ്റിയ അമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്തോന്ന് ചക്കവറ്റിലും അതും ഇതൊക്കെ കഴിച്ച് എൻ്റെ വെയിറ്റൊക്കെ ഞാൻ നന്നായിട്ട് കൂടിയിട്ടിട്ടായിരുന്നു. അവിടെ സ്നാക്സ്, മധുരം സ്നാക്സ് ഇത് രണ്ടും ഞാൻ അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് സൈസ് വെക്കാറും അങ്ങനെയില്ല. ഞാൻ ഇങ്ങനെ പോകും. പക്ഷെ ഞാൻ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് ഓപ്പോസിറ്റാണ്. സ്ത്രീക്ക് ഭക്ഷണം വേണ്ട, സ്ത്രീക്ക് ചോക്ലേറ്റും സ്നാക്സും മതി, സ്ത്രീ ജീവിച്ചോളും. ഞാൻ തനുവിനെയും ഞാൻ അങ്ങനെ ശീലിപ്പിക്കാനാണ് നോക്കണത്. വെറുതെ മധുരം കഴിച്ച്, വെറുതെ എന്തിനാ മധുരമൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് പിന്നെ അങ്ങോട്ടൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വണ്ണം വെക്കുമ്പോഴാണല്ലോ നമുക്ക് പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് അസുഖങ്ങളൊക്കെ വരും ഏജ് ആകുമ്പോൾ കേട്ടോ. അപ്പം വെറുതെ എന്തിനാണ് തന്നെ കുട്ടിയും നമ്മൾ ആ കുഴിയിലേക്ക് കൊണ്ടിടണേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അവൾക്ക് മധുരം കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല. അവൾക്ക് അവൾ വലുതാകുമ്പോൾ അവൾക്ക് കഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ കഴിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ വെറുതെ ഇപ്പം ശീലിപ്പിച്ച് അവൾ പിന്നെ മധുരം ഉണ്ടെങ്കിലേ പാല് കുടിക്കത്തുള്ളൂ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വാശി കാണിക്കാൻ തുടങ്ങും. ഇപ്പം തലക്കേടില്ലാണ്ട് ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഞാൻ ചായ എടുത്തിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്നൊരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. രാവിലെ വലിയ ചൂടൊന്നും എടുക്കുന്നില്ല, ഫാൻ പോലും ഞെട്ടിയിട്ടില്ല, പക്ഷെ വലിയ ചൂടൊന്നും എടുക്കുന്നില്ല. ഇന്നലെ ഒന്നും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രി ഒരു കൊടുങ്കാറ്റൊക്കെ വന്നല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയല്ലോ, അപ്പോൾ എനിക്ക് ഇനി ഉച്ചത്തേക്ക് ചോറ് വെക്കണം. ഞാൻ പറഞ്ഞില്ല കുറച്ച് എന്താ കുറച്ച് അപ്പോൾ നമുക്കത് മോദക്കറി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ട്, കൊഞ്ചല്ല നെത്തോലി ഇരിപ്പുണ്ട്, അപ്പം നെത്തോലി ഫ്രൈ ഉണ്ടാക്കാം. പോരെ, ഇത്ര മതിയല്ലോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. എൻ്റെ ലാപ്ടോപ്പ് ചെയ്യേണ്ടി വരും. ഇന്നലെ രാത്രി തുണികളൊക്കെ നനച്ചതൊക്കെ വിരിച്ചിട്ടു. അതെടുത്ത് ഇനി വെയിലത്തോട്ട് വെച്ചാൽ മതി. അവൾ ഉറങ്ങിയ ശേഷം കേട്ടോ ഞാൻ പോയി വിരിച്ചൊക്കെ ഇട്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ ഒന്ന് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കൂല. പിന്നെ ഇതേ ഇരിക്കുന്നുണ്ടോ വാക്യൂം ക്ലീനറാണ്. അത് ഇന്നലെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം ഉണക്കാനായിട്ട് അതും വെളി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഞാൻ എല്ലാം തിരിച്ചതേ കൊണ്ട് വെക്കണം. അതിൽ നമുക്ക് ഞാൻ ഒരു ദിവസം ഷിറ്റുവിനെ കുളിപ്പിക്കുന്നതും ഉണക്കുന്നതും ഒക്കെ ഒരു വീഡിയോ ചെയ്യണം. ഇനി എപ്പോഴായിരിക്കും എന്നറിയോ? അടുത്ത ആഴ്ച ആയിരിക്കും. അടുത്ത ആഴ്ച വർക്കിംഗ് ഡേ ആയിരിക്കും. തനു ഇപ്പം ഡേ കെയറിൽ പോയി സെയിം ഓഫീസിൽ പോയ ശേഷമാണ് ഷിറ്റുവിൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ വാക്യൂം ക്ലീനറിന് ഷിറ്റുവിനെ ഡ്രൈ ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. ഹെയർ ഉണ്ടല്ലോ, ഡ്രൈ ചെയ്യിപ്പിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഹെയർ ഡ്രയർ തന്നെയാണ് അവന് യൂസ് ചെയ്യണത്. പക്ഷെ ഇത് യൂസ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും എനിക്ക് ഷിറ്റുവിനെ ഗ്രൂം ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഹെയറൊക്കെ ആയിട്ട് ആകെ വൃത്തിയായിട്ട് കുളമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്നലെ മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇനി ഇത് വെച്ചിട്ട് അവനെ ഡ്രൈ ചെയ്യിപ്പിക്കാൻ പറ്റും കേട്ടോ. ബോഡിയൊക്കെ ഇപ്പോൾ നല്ല ഹെയറൊക്കെ അവനായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ അവൻ അവനെ കുളിപ്പിച്ചല്ലോ, അന്നേരം ഞാൻ അവന് നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. നെയിലിൻ്റെ ഷൂ കട്ടൊക്കെ ചെയ്തു. ഇവിടെയൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഏരിയ 2 സൈഡ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെന്താ അങ്ങനെ ചെവിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഹെയറൊക്കെ ട്രിം ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞാൻ അവനൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവനിപ്പോൾ കണ്ണൊക്കെ നന്നായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ബോഡിയിലൊക്കെ നല്ല ഹെയർ ആയിട്ടുണ്ട് അവന്, പക്ഷെ നല്ല കോട്ടായിട്ടുണ്ട്. ഷിറ്റു ഉറക്കം ഇങ്ങ് വാ ഇവിടെ വാ. 2 തവണ ഇവിടെ വാന്ന് വിളിച്ചത്, പിന്നെ ഞാൻ ഇവിടെ വരി എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ രീതിയിലൊക്കെ എന്തൊരു പെണ്ണോളം ദോഷങ്ങളും ഉണ്ട്. ഭക്ഷണം ഇങ്ങനെ ഒരു ഭക്ഷണം കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ടുണ്ട്. ഹായ് പറ എല്ലാവരും ഹായ് പറ. ഇങ്ങോട്ട് എൻ്റെ വീട്ടിൽ കുഞ്ഞാണ്. Please do subscribe, like and share. ഒരു 4 മണിക്കൂറുണ്ട്, അതിനുള്ളിൽ എല്ലാം ചെയ്ത് തീർക്കാൻ വേണം. നമ്മൾ തനിക്കുട്ടിയൊക്കെ എണീക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഉച്ചത്തേക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് തീർക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാൻ അരി ഇടാം കേട്ടോ. ചോറ് വെക്കാനായിട്ടുള്ള
അരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷിലേക്ക് പോവാം കേട്ടോ. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുരുമുളക് എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് പുരട്ടി വയ്ക്കാം. അപ്പം ഇത് എളുപ്പമുള്ളൊരു മീൻ കറി കേട്ടോ. പെട്ടെന്ന് തേങ്ങ എടുക്കുന്നുണ്ട്. കുറച്ച് മീനല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് തേങ്ങ മതി. മുളക് പൊടി ഞാൻ വേറെ സ്റ്റൈലിലും വെക്കാറുണ്ട്. ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് മീൻ കറി ഉണ്ടാക്കാറുണ്ട്. ഇത് എളുപ്പമുള്ള പരിപാടിയാണ്. കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കുറച്ച് പുളി പിഴിഞ്ഞ് വെക്കുന്നുണ്ട് ഞാൻ. അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് തക്കാളി കലക്കണം. കുറച്ച് പുളിവെള്ളം, ഉപ്പ്, ഉലുവ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചതാണ്, കുറച്ച് കറിവേപ്പില, കുറച്ചല്ല നിറയെ കറിവേപ്പില, നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാവേ. ലേശം ഉപ്പ്, ഇതൊന്ന് വാടി വരട്ടെ. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് വാടി വരും കേട്ടോ. അന്നേരം നമുക്ക് അരപ്പ് ചേർക്കാം ആവട്ടെ. നമ്മുടെ മീൻ കറി കണ്ടോ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പയും മോള് ഇതുവരെയായിട്ട് എണീറ്റില്ല കേട്ടോ. സമയം ഇത്രയും നേരം, അവൾക്ക് ഡേ കെയർ പോകാനുള്ള സമയമാവുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഗുഡ് മോർണിംഗ്. അമ്മയുടെ വ്ലോഗാണ്. ഹായ് പറ. ഹായ്. അമ്മയ്ക്ക് ഉമ്മ വരൂ. അമ്മയ്ക്ക് ഉമ്മ. എരുപടി ഇതന്നെ എവിടെ പിജൻ? എവിടെ? ആ പിജൻ.
തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ തനിക്കുട്ടിക്ക് ഉപ്പുമാവും പിന്നെന്താ മുട്ടയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കഴിക്കുമെന്നറിഞ്ഞൂടാ, കഴിക്കുമോ നോക്കാം അല്ലേ. തനിക്കുട്ടിയുടെ ബാഗ് റെഡിയാക്കാനുണ്ട്. കുറച്ച് ഇത് ചെയ്യാനുണ്ട്, വർക്ക് ചെയ്ത് തീർക്കാൻ. 10:00 ഒരു മീറ്റിംഗ്, 11 ഒരു മീറ്റിംഗ് ഉണ്ട്. ഉണ്ടാക്കോ കറി എടുക്കുമോ? ഉണ്ടാക്കിയിട്ട് ഓടി തന്നാൽ ചിക്കൻ മേടിക്കാനുണ്ട്. ചിക്കനോട് മേടിച്ചിട്ടുണ്ട്. നീയാ അവിടെ ചെന്നിട്ട് നീ എന്താ പറയാൻ പോകുന്നത്? ചിക്കൻ. അപ്പൊ ഇതിനെന്ന് വെച്ചാൽ 1 കിലോ. അപ്പൊ അവിടെ വെട്ടി വെച്ചിരുന്ന ചിക്കൻ ഇല്ല, അത് പൂര ചിക്കൻ ഭക്ഷണം ഉണ്ടോ? എനിക്ക് ഭക്ഷണം ഇല്ല, ഖാന ഇല്ല, ഖാന നെഹി. കൊള്ളാവോ? ഉപ്പുമാവായിട്ട് വലിയ ഇഷ്ടമല്ലേ. ഉപ്പുമാവായി കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖം ഇങ്ങനെ ഇരിക്കും. എന്താണോ അത്. എന്താന്ന് വേണം? ബോൾ എടുത്തോണ്ട് വാ. ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര മീറ്റിംഗോ? അത് ഇന്നലെ ഇട്ടത്, അല്ലെങ്കിൽ പോകാൻ പറ്റൂലായിരുന്നു. ആ സമയത്ത് വേറെ മീറ്റിംഗ്, ഇന്റർവ്യൂ എടുക്കാനുണ്ട്, പിന്നെ പ്രസന്റേഷൻ ഉണ്ട്, കഴിഞ്ഞ 1/2 മണിക്കൂർ ബ്രേക്ക്. കരയല്ലേ കേട്ടോ. അവിടെ പോയിട്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കണം, മമ്മം കഴിക്കണം കേട്ടോ, പടം വരയ്ക്കണം, പെയിന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. പെയിന്റ് ചെയ്യണേ. അമ്മ കണ്ടല്ലോ തനുകുട്ടി പെയിന്റ് ഒക്കെ ചെയ്യുന്ന. Hi, ma'am. Hi, ma'am. Bye, bye. നമ്മുടെ തനിക്കുട്ടി കരഞ്ഞ് പൊടിച്ച് പോയിട്ടുണ്ട്.
അങ്ങനെയാണല്ലോ അല്ലേ. ചിക്കൻ കിട്ടിയില്ല കേട്ടോ നമുക്ക്. ചിക്കൻ എല്ലാ ഷോപ്പും അടപ്പം. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ചിക്കൻ ഷോപ്പ് ഉണ്ടല്ലോ, അത് അടപ്പായിരുന്നു. കുട്ടി എന്താ ചെയ്യണേന്നുള്ളത് ഞാൻ നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ, കരയുവാണോ എന്താണെന്നുള്ളത് നോക്കട്ടെ. അയ്യോ, നമുക്ക് വേസ്റ്റ് വെക്കാനുള്ള ശരി വെച്ച വേസ്റ്റ്. അപ്പോൾ ഇതേ ഇപ്പം സമയം 1:30 കേട്ടോ. ഞാൻ എഡിറ്റിങ് വല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നോക്കാനുണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ നോക്കി. പക്ഷെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ലാപ്ടോപ്പിലൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കുമായിരുന്നു. അന്നേരം സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ 1:30 മണിയായി. തനിക്കുട്ടീനെ വിളിക്കാൻ സമയമായി. ഇനി ചിക്കനൊന്നും മേടിക്കാൻ പറ്റില്ല. ഇനി ഞാൻ വിചാരിച്ച് പോകുന്ന എനിക്ക് ചിക്കൻ മേടിക്കാൻ തന്നെ. ചിക്കൻ മേടിയല്ലോ, 1:30 മണിയായി. ആ സമയമായിട്ടുണ്ട്. നമുക്ക് വേഗം പോയി വിളിച്ചിട്ട് തരാവേ. തനിക്കുട്ടി മമ്മ കഴിച്ചോ? അമ്മമ്മ കഴിച്ചോ? അമ്മ ഒക്കെ കഴിച്ചോ? ഡാൻസൊക്കെ ചെയ്തല്ലേ? അയ്യോ, ഇനി നമ്മൾ ഏഷ്യയിലൊക്കെ ഇരുന്നാ വന്നത്. നാളെ നമ്മൾ ചൂടത്ത് പോകേണ്ടി വരും അല്ലേ തനിക്കുട്ടി? നാളെ അപ്പയ്ക്ക് ഓഫീസിൽ പോകണം അല്ലേ? അയ്യോ, തനിക്കുട്ടി ആപ്പിള് കഴിച്ചിട്ടുണ്ട്. അമ്മ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. ഒരുമിച്ച് കഴിച്ചോ? ചോറ്, മീൻകറി, എന്താണ് ചീരത്തോരൻ, കുറച്ച് നെയ്യ് കൊടുത്തു നോക്കാം. അവിടെ കഴിക്കോ ഇല്ല എന്നുള്ള കാര്യം അറിയില്ല. അപ്പ ചോറ് വരും. യൂട്യൂബർ ഇവിടെ വാ, ഇവിടെ വാ. പോയാലോ കൊണ്ട് നിന്ന് പോണം. ഞാൻ
ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി ചില്ലം ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു കുളിച്ചില്ല. ഇനി ഞാനും കുളിച്ചില്ല, അനുക്കുട്ടിയും കുളിച്ചില്ല. ഇനി അവളെ എണീറ്റിട്ട് നമ്മൾ രണ്ടുപേരുടെയും കുളി ഒരുമിച്ച് നടക്കും. കണ്ടോ, ഉറക്കം എണീറ്റ് തന്നെ കുട്ടി ഉറക്കം എണീറ്റല്ലോ നമ്മൾ കുഞ്ഞും. എവിടെ തവണ ഞാൻ ഉറക്കാനായിട്ട് അവളെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. കണ്ണൊക്കെ അടഞ്ഞൊക്കെ വന്നപ്പോൾ ഞാൻ ഉറങ്ങും വിചാരിച്ചു. പക്ഷെ എണീറ്റിട്ട് അവിടെ കരയാനൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിർത്തിയില്ല, അതേ എടുത്തോണ്ട് പോന്നിട്ട് കളിക്കാനായിട്ട് അങ്ങ് ഇരുന്നു. സാധാരണ ഡേ കെയറിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും, എന്നിട്ട് ഞാൻ കുളിപ്പിച്ചിട്ട് അവള് അന്നേരം തന്നെ ഉറങ്ങും കേട്ടോ. ഒരു എത്ര മണി വരെ എന്നറിയോ, ഒരു 3 മണി വരെ 4 മണി വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ചിലപ്പോൾ 3 മണി വരെ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിലും 3 മണി തൊട്ട് 4 മണി വരെ ഇതുപോലെ ഞാനും തരിക്കുട്ടീനും കൂടെ ഇരുന്ന് കളിക്കും കേട്ടോ. ഫുൾ ടൈം അവളുടെ കൂടെ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്യും. എന്നിട്ട് 5 മണി തൊട്ട് 6 മണി വരെക്ക് അവൾക്ക് ഞാനൊരു TV ടൈം കൊടുക്കും. 1 മണിക്കൂർ TV കാണാനായിട്ട് കൊടുക്കും. അങ്ങനെയാണ് സാധാരണ പതിവ്. അത് കഴിഞ്ഞിട്ട് 6 മണിക്ക് ശേഷം നമ്മൾ റെഡിയായി കളിക്കാൻ പോകാനുള്ള പരിപാടിയാണ്. വിളക്കൊക്കെ കത്തിച്ചിട്ട് കളിക്കാൻ പോകുന്ന പരിപാടി കേട്ടോ. ഇങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത് ഇവിടെ എപ്പോഴും. എന്നിട്ട് പോയിട്ട് പിന്നെ കളിച്ചിട്ടൊക്കെ നമ്മൾ ഒരു 8 മണിയൊക്കെ ആകുന്ന രീതിയിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക. വന്നിട്ട് പിന്നെ അവൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോകണേട്ടോ. ഇപ്പോൾ ഓട്സ് ആണ് കൊടുക്കാൻ പ്ലാനെങ്കിൽ ഞാൻ വൈകിട്ട് ഓട്സൊക്കെ വേവിച്ച് വെച്ചിട്ട് ഞാൻ പോകും. അപ്പോൾ പിന്നെ എനിക്ക് വന്നിട്ട് വേവിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവൾക്ക് ഫുഡ് കൊടുക്കുക, അവൾ വിശന്നിട്ടായിരിക്കും കേട്ടോ വരിക. അന്നേരം ഞാൻ ഫുഡൊക്കെ കൊടുത്തിട്ട് കിടത്തി അവളെ മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉറക്കും. അങ്ങനെ കേട്ടോ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പം എന്നിട്ട് ഞാനിപ്പോൾ അവൾ ഉച്ചയ്ക്ക് ചോറ് അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നിട്ട്. അപ്പം ഞാൻ ചോറ് കഴിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഉറങ്ങി എണീറ്റ ശേഷം ചിലപ്പോൾ വന്നിട്ട് ഉടൻ തന്നെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കില്ല കേട്ടോ. അവിടെ നിന്നൊക്കെ വയറൊക്കെ നിറഞ്ഞിട്ടായിരിക്കും വരിക. അന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ഉറങ്ങി എണീറ്റ ശേഷം ഞാൻ കൊടുക്കും കേട്ടോ, ചോറ് കൊടുക്കും. അത് ചിലപ്പോൾ അവളെല്ലാം കഴിക്കുന്നുണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്കാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കും അവൾക്ക് കഴിക്കാനായിട്ട്, എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും.
അപ്പോൾ അതേ ഇപ്പം 1 മണിക്കൂർ TV കാണൽ പരിപാടിയാണ്. അതേ എനിക്ക് തോന്നുന്നു ഇപ്പം 5 മണിയായിട്ടുണ്ടാവും. 5 മണിക്കാണ് ഞാൻ എപ്പോഴും 1 മണിക്കൂർ കാണുന്ന രീതിയിലാട്ടോ എപ്പോഴും വെച്ച് കൊടുക്കാറ്. അന്നേരം പോയി ഞാനും പോയി എൻ്റെ ഞാൻ കുളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരും. അങ്ങനെയാണ്. വേറെ മദർ സ്പർശം ബേബി ഹഗ് ബൈ പറഞ്ഞിട്ടോ ബൈ പറഞ്ഞിട്ടോ ബൈ പറഞ്ഞു കഴിച്ചിട്ട് തരണേ. നമുക്ക് പോയിട്ട് വരാം, പാർക്കിൽ പോയിട്ട് വരാം. പോയി ബോട്ട് കിട്ടി ബാ ബാ തരി ബാ.
അപ്പോൾ ദേ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമ്മളിതേ പുറത്തൊക്കെ പോയി കളിച്ചിട്ട് ദേ വന്നു. എന്നിട്ട് തനിക്കുട്ടിക്ക് ദേ കുറച്ച് ചോറ് കൊടുത്തു, പക്ഷെ കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ പാലും ഹെൽത്ത് മിക്സും കൂടെ കുറുക്കിയിട്ട് അതൊരു പാൽ രൂപത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. വയർഫുള്ളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ അവളെ മേല് കഴിപ്പിച്ചിട്ട് ഞാൻ കിടക്കും. കാര്യം അവൾ ഇത്തിരി ടെററായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെയായിരുന്നു. എപ്പോഴും ഇങ്ങനെയല്ല, പല ദിവസങ്ങളിൽ പലതാണ്. ചിലപ്പം ഇന്ന് ഞാൻ ഒരുപാട് നേരം എഡിറ്റിങ്ങിന് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും, അപ്പം ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ എനിക്ക് അറിയാനായിട്ട് ഞാൻ അതിൽ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പണിയുണ്ട്. നാളെ ഇതിന് എഡിറ്റിംഗ് ഉണ്ട്, പിന്നെ എന്താ കുറച്ച് പണിയുണ്ടാവും, എന്തായാലും ഉണ്ടാവുമല്ലോ. നാളെ ശ്രീക്ക് ഓഫീസിൽ പോകണം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമുക്ക് വേറെ ദിവസം വേറൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.